തണുപ്പ് മൂടൽമഞ്ഞ് അതീവ രൂക്ഷമായി തുടരുന്ന സാഹചര്യം ഉത്തരേന്ത്യയിൽ മുഴുവൻ വലിയ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. ട്രെയിനുകൾ റദ്ദാക്കുന്നു, വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യമുണ്ട്. അപ്പോൾ അരുൺ, തണുപ്പിന് കുറവില്ല എന്നാണ് അരുണിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഒപ്പം തന്നെ ട്രെയിനുകളൊക്കെ വഴിതിരിച്ചു വിടുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ശരത്തേട്ട, കാരണം ആരോഗ്യപരമായ കുറേ വിഷയങ്ങൾ എന്നെ കൂടി ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം വായുമലിനീകരണം വലിയ രീതിയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ താപനിലയും വലിയ രീതിയിൽ ഗണ്യമായ നിലയിൽ കുറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് 4 ഡിഗ്രിയാണ്. ദില്ലി തലസ്ഥാനത്തും കൂടാതെ അയൽ സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള കാലാവസ്ഥ മാറ്റം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരെല്ലാവരും വലിയ രീതിയിലുള്ള ആരോഗ്യപരമായ വിഷയങ്ങൾ നേരിടുന്നതിനോടൊപ്പം തന്നെ ഈ ദില്ലിയിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന ഒരു അവസ്ഥയും കാണാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, ദില്ലിയിലുള്ള ഈ സാധാരണക്കാരായ ജനങ്ങൾ, സാധാരണ ജോലി ചെയ്യുന്ന ജനങ്ങൾ വലിയ രീതിയിലുള്ള അവരുടെ അവസ്ഥ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. കാരണം അന്തരീക്ഷ താപനിലയിൽ വലിയ രീതിയിലുള്ള ഗണ്യമായ കുറവ് സംഭവിച്ചതിനെ തുടർന്ന് റെയിൽ റോഡ് ഗതാഗത സമ്പ്രദായത്തെയും ബാധിച്ചിട്ടുണ്ട്. യമുന എക്സ്പ്രസ് ഹൈവേ കൂടാതെ ദില്ലിയിലേക്കുള്ള നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള ദേശീയപാതകൾ ഉൾപ്പെടെയുള്ളത് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയാണ്. കൂടാതെ ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വായുമലിനീകരണവും വലിയ രീതിയിൽ ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ആനന്ദ് വിഹാറാണ് ഏറ്റവും കൂടുതലായിട്ട് വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് 433 അവിടുത്തെ വായുമലിനീകരണവുമായി ബന്ധപ്പെട്ട് വായു നിലവാര സൂചികയായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ദില്ലിയിലേക്കുള്ള കേരളത്തിൽ നിന്നുള്ള ട്രെയിനുകൾ കേരള എക്സ്പ്രസ്, സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് കൂടാതെ രാജധാനി എക്സ്പ്രസ് പോലെയുള്ള പ്രീമിയം ട്രെയിനുകൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോഴും വൈകിയാണ് ഓടുന്നത്. ദില്ലിയിലേക്കുള്ള കേരള എക്സ്പ്രസ് ഇന്നലെ 11 മണിക്കൂറോളം വൈകിയാണ് ഇന്നലെ ദില്ലിയിൽ യാത്ര അവസാനിപ്പിച്ചത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലും ദില്ലിയിലെ താപനില ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് സൂചന. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലും ഈ ഗതാഗത സംവിധാനങ്ങളെയും ഈ ഒരു കുറഞ്ഞ താപനില ഗണ്യമായി ബാധിച്ചേക്കാം. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലും വായു നിലവാരം കുറഞ്ഞതുവഴി അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകും എന്ന് തന്നെയാണ് സൂചന. ശരത്, അരുൺ, ഇപ്പോഴത്തെ ഒരു ഉത്തരേന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യം. ഒന്ന്, 4 ഡിഗ്രിയാണ് ഇപ്പോൾ അരുൺ സംസാരിക്കുന്ന സമയത്താണ്. അപ്പോൾ പിന്നെ ട്രെയിനുകളൊക്കെ വളരെ വൈകി ഓടുന്നു. കേരള 11 മണിക്കൂർ വൈകി ഓടുന്നതാണ് പറയുന്നത്. ഇത് ജനജീവിതത്തെ അതിശൈത്യം, തണുപ്പ് ബാധിക്കുന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് അരുൺ ഇപ്പോൾ